Hello friends, TechCorner മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണത് നമ്മുടെ ഒറ്റ വീഡിയോ തന്നെ നമ്മൾ രണ്ട് പ്രോഡക്റ്റാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണത്. അതായത് ഒരു ബാറ്ററി ചാർജറും ഒരു ബാറ്ററി ടെസ്റ്ററുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പേരിക്കും ബാറ്ററി ചാർജറും ബാറ്ററി ടെസ്റ്ററും. അപ്പോൾ എന്താ റിവ്യൂ ചെയ്യാനുള്ളത്? പക്ഷേ ഇതങ്ങനെയില്ല. നമ്മുടെ കാറിൻ്റെയും ബൈക്കിൻ്റെയും ബാറ്ററികൾ 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററികൾ ചാർജ് ചെയ്യാനും നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാനും അത് നല്ല ബാറ്ററി ആണോ എന്ന് വരെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്ററും ഇത് രണ്ട് പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിലേക്ക് വന്നെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് കാണണമെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, കയറി കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് പ്രോഡക്ട്സിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ബാറ്ററി ടെസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ബാറ്ററി ടെസ്റ്റർ എന്ന് പറയുമ്പോൾ കുറച്ച് പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളൊരു കാലത്ത് ഒരു സെനേറ്റ് നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ബൈക്ക് അല്ലെങ്കിൽ നമ്മുടെ കാറ് നമ്മൾ ഇഗ്നിഷൻ കൊടുത്തു, അതായത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത് എടുത്തില്ല. അപ്പോൾ 2-3 തവണ ചെയ്തതിന് ശേഷം ഒന്നും സ്റ്റാർട്ടായില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും നമുക്ക് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണെന്ന് പറയാം, ഇഗ്നിഷൻ എടുക്കാഞ്ഞുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ടെക്നീഷ്യൻസിന് ആരെയും വിളിച്ച് എവിടെയെങ്കിലും കൊണ്ട് ബാറ്ററി ചാർജ് ചെയ്യും, എടുത്തിടും, വണ്ടി സ്റ്റാർട്ടായി ഓടും. പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം ഇതാണ് അവസ്ഥ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റണ്ണിങ്ങിന് ഇടയ്ക്ക് നമ്മളിങ്ങനെ വന്നു. അപ്പോൾ അതിനർത്ഥം ബാറ്ററിക്ക് ചാർജ് നിൽക്കണം നമുക്ക് മനസ്സിലാവും. പക്ഷേ നമുക്കത് ഫസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാവണം എന്നില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ബാറ്ററി പിന്നെയും ചാർജ് ചെയ്ത് ഉപയോഗിക്കും. പക്ഷേ അതിൽ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കി എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ബാറ്ററിക്ക് പിന്നെ ചാർജ് പിടിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി അതിൻ്റെ പോയി എന്നാണ് മനസ്സിലാവും. ബാറ്ററി ഫോൾട്ടി ബാറ്ററി ആണെന്നാണ് പറയുന്നത്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു 12 വോൾട്ട് ബാറ്ററി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാറിൻ്റെയോ ബൈക്കിൻ്റെയോ ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത് അത് എപ്പോഴും 12 വോൾട്ട് കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ 11 വോൾട്ടിൻ്റെ അടുത്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ ബാറ്ററി നല്ല ബാറ്ററി ആയിരിക്കണം എന്നില്ല. അതിൻ്റെ ചാർജിങ് കേപ്പബിലിറ്റി പോയി കഴിഞ്ഞാൽ ഗുഡ് അല്ലെങ്കിൽ ഫോൾട്ടി ബാറ്ററി എന്ന് തന്നെ വിളിക്കും. അപ്പോൾ നമ്മൾ ഷോറൂമിലൊക്കെ അവരുടെ ഒരു മൾട്ടിമീറ്റർ ഉണ്ട്. ആ മൾട്ടിമീറ്റർ നമ്മൾ കൊണ്ടുവന്ന് ബാറ്ററിയിലേക്ക് അവർ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് കാണിക്കും. അപ്പോൾ കാണിക്കും ഒരു 11 വോൾട്ടിന് അല്ലെങ്കിൽ 12 വോൾട്ടിനൊക്കെ അടുത്ത് റണ്ണിങ്ങിൽ അല്ലെങ്കിൽ ഒരു 11 സംതിങ് വോൾട്ടിൻ്റെ അടുത്തൊക്കെ കാണിക്കും ബാറ്ററി. അപ്പോൾ പക്ഷേ അതിൻ്റെ താഴെ തന്നെ ആ ടൈപ്പ് മൾട്ടിമീറ്ററുകളിൽ ഗുഡ് ഓർ ഫോൾട്ടി ബാറ്ററി എന്ന് അവിടെ എഴുതി കാണിക്കും. സോ ആ ടൈപ്പ് അപ്പോൾ അതിന് ശരിക്കും മെയിൻ അവർ ചെക്ക് ചെയ്യുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് അറിയാൻ വേണ്ടിയല്ല, എന്നുവെച്ചാൽ ബാറ്ററിയുടെ സ്റ്റേറ്റ് അറിയാൻ വേണ്ടി, നല്ല ബാറ്ററിയാണോ ചീത്ത ബാറ്ററിയാണോ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. സോ ആ മൾട്ടിമീറ്ററൊക്കെ ആണെന്ന് വെച്ചാൽ അത്രയും എക്സ്പെൻസീവ് ആണ്. സോ ഇതെന്ന് പറഞ്ഞാൽ 1000 രൂപയാണെങ്കിൽ പോലും അതിൽ താഴെ വരയ്ക്ക് നമുക്ക് ആമസോണിൽ അല്ലെങ്കിൽ ഓൺലൈൻ സാധനങ്ങൾ അല്ലെങ്കിൽ കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ഈ സാധനങ്ങൾ. അപ്പോൾ ഈ ടെസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നിസ്സാര വിലയ്ക്ക് ബാറ്ററിയുടെ അവസ്ഥ ഈ ഷോറൂമുകളിലൊക്കെ ചെക്ക് ചെയ്യുന്ന സെയിം പരിപാടി തന്നെ ഇവിടെ ചെക്ക് ചെയ്ത് വീട്ടിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു ടെസ്റ്ററാണിത്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്ന 2 ക്രൊക്കോഡൈൽ ക്ലാമ്പുകൾ. അപ്പോൾ ഇതാണ് അതിന് വയർ വന്ന് നമ്മുടെ ഡിവൈസിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ 3 കാറ്റഗറീസ് ഉണ്ട്. അതായത് ചെക്ക് ബിഫോർ ചാർജ്, ബാറ്ററി സ്റ്റേറ്റ്, ഓൾട്ടർനേറ്റർ സ്റ്റേറ്റ്. ചെക്ക് ബിഫോർ സ്റ്റാർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെക്ക് ബിഫോർ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ബാറ്ററിയിലേക്ക് നമ്മുടെ ഈ 2 ക്ലാമ്പുകൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ പച്ച കത്തിക്കഴിഞ്ഞാൽ ബാറ്ററി ഓക്കെയാണ്, ഗുഡ് ബാറ്ററിയാണ്. അതായത് ബാറ്ററീനെ ചാർജ് ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്താൽ ബാറ്ററി ചാർജ് നിൽക്കും എന്ന് കാണിക്കുന്ന സ്റ്റേറ്റാണിത്. അതിനുശേഷം വന്ന സ്റ്റേറ്റാണ് ബാറ്ററി സ്റ്റേറ്റ്. അതായത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയിൽ ബാക്കിയുള്ള ബാറ്ററികളുടെയൊക്കെ ചാർജ് എന്തോരം ഉണ്ടെന്നാണ്. അപ്പോൾ അതിന് പകരം ഇവിടെ ലോ, മിഡിൽ, ഫുൾ. ലോ ബാറ്ററി, പിന്നെ പകുതി ചാർജ് ഉള്ളൂ, പിന്നെ അതിനുശേഷം ഫുള്ളി ചാർജ്ഡാണ് ബാറ്ററി എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന സ്റ്റേറ്റാണ് 3. ഇത് റെഡ്, യെല്ലോ, ഗ്രീൻ ആയിട്ട്. ഇതെന്ന് പറയുന്നത് ഓൾട്ടർനേറ്റർ സ്റ്റേറ്റാണ്. ഓൾട്ടർനേറ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റണ്ണിങ്ങിലാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വണ്ടി റണ്ണിങ്ങിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ബാറ്ററിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചാർജ് ചെയ്യണമെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ട് എടുത്താണ് ആ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. സോ ആ ഓൾട്ടർനേറ്ററിൻ്റെ അവസ്ഥ എന്താണ്? നല്ല ഓൾട്ടർനേറ്റർ ആണോ? ഓൾട്ടർനേറ്റർ സ്റ്റേറ്റ് ഫോൾട്ടി എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ബാറ്ററിക്ക് വേണ്ട അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററിക്ക് വേണ്ട ചാർജ് എന്ന് പറയുന്നത് 11 അല്ലെങ്കിൽ 12 വോൾട്ടിന് അടുത്ത് ചാർജിനാണ് ബാറ്ററി ചെയ്യുന്നത്. പക്ഷേ ഓൾട്ടർനേറ്റർ ചിലപ്പോൾ ഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടുതൽ ചാർജ് വരാം, അല്ലെങ്കിൽ അതിൽ താഴെ ചാർജ് പോകും. സോ ആ സ്റ്റേറ്റ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റർ സ്റ്റേറ്റ് ഫോൾട്ടാണോ ഗുഡാണോ നമുക്കറിയാൻ പറ്റും. അത് വണ്ടി ഓൺ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ കാണിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്ററി ടെസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ബൈക്കിൻ്റെ കമ്പാർട്ട്മെൻറ്റ് അടിപൊളിയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് വണ്ടി ഓൺ ആക്കാണ്ട് നമുക്ക് ബാറ്ററിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കതിന് മറ്റേ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാം, ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഉണ്ടോ?
കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ LED ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തിയിട്ടുണ്ട്. അതായത് അതിന് അർത്ഥം എന്ന് വെച്ചാൽ ബാറ്ററി ഓക്കെയാണ്. അതായത് ബാറ്ററിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാറ്ററി ചാർജ് ചെയ്താൽ ചാർജ് നിൽക്കും. ബാറ്ററി ഗുഡ് സ്റ്റേറ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് സ്റ്റേറ്റ് ആണ് ബാറ്ററി എന്ന് പറയുന്നത്. നമുക്ക് അധികം ചെക്ക് ചെയ്താൽ മനസ്സിലാവും. പിന്നെ കാണിക്കുന്നത് നമ്മൾ പറഞ്ഞ ബാറ്ററിയുടെ ലെവൽ, അതായത് കണ്ട മിഡിൽ ചാർജിലാണ് നിൽക്കുന്നത്. നോർമലി എല്ലാ വണ്ടികളും കാറായാലും ബൈക്കായാലും ഈ റണ്ണിങ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നോർമലി എല്ലാത്തിലും കാണിക്കുന്നത് ഏകദേശം മിഡിൽ ഫുൾ ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കും. അത് ഓക്കെ, ബാറ്ററി ഓക്കെയാണ്. ബാറ്ററിയിലൊരു മിഡിൽ ചാർജ് എത്രയുണ്ട്, പിന്നെ ഫുൾ ഇങ്ങനെ കിടന്ന് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് താഴ്ന്നു പോകുന്നതും ആ ബ്ലിങ്കിൽ നിന്നിട്ട് നേരെ മിഡിലേക്ക് പോകും, പിന്നെ ലോയിലേക്ക് പോകും. ലോയിലേക്ക് ഒരിക്കലും പോകരുത്. ഒരു 10 വോൾട്ടിൽ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ബാറ്ററികൾ എന്ന് വെച്ചാൽ ബാറ്ററിയുടെ ചാർജിങ് കപ്പാസിറ്റി പിന്നെ കുറയും. സോ അതുകൊണ്ട് അതാണ് നമ്മൾ പറഞ്ഞ ഇടയ്ക്ക് വണ്ടികൾ നമ്മുടെ കാറും ബൈക്കൊക്കെ ആയാലും നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ സിറ്റുവേഷനിലായാലും കാറും ബൈക്കൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും വീട്ടിൽ വണ്ടി വെറുതെ ചുമ്മാ വെച്ചുകൊണ്ടിരിക്കരുത്. ഇടയ്ക്ക് എല്ലാ ദിവസവും പുറത്തേക്ക് എടുത്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കുറച്ച് നേരം ഒന്ന് റൺ ചെയ്ത് വണ്ടി ആക്സിലറേഷൻ കൊടുത്തൊന്ന് RPM ഒക്കെ വെച്ച് ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ബാറ്ററി എപ്പോഴും ഒന്ന് ചാർജായി നിൽക്കാൻ വേണ്ടി എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. ബാറ്ററി പോകാണ്ടിരിക്കും. ലോയിലേക്ക് ഒരിക്കലും പോകരുത്. നോർമൽ ബാറ്ററികൾ നോർമൽ കണ്ടീഷനിൽ വണ്ടി ഓണാവാത്ത കണ്ടീഷനുകളിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടായി കിടക്കാത്ത കണ്ടീഷനുകളിൽ മിഡിൽ അല്ലെങ്കിൽ ഫുള്ളിൽ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് കാണിക്കില്ല, കാരണം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഓൾട്ടർനേറ്റർ റണ്ണിങ് ആയിട്ട് ബാറ്ററിനെ ചാർജ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അത് ഓൾട്ടർനേറ്ററും സ്റ്റേറ്റും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതാണ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് RPM കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് വണ്ടിയുടെ ആക്സിലറേഷൻ കുറച്ച് കൂട്ടിക്കണം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് കാണാം. കണ്ടോ, ബാറ്ററി ഇപ്പോൾ നേരത്തെ നമുക്ക് കാണിച്ചിരുന്ന മിഡിൽ കത്തിക്കിടന്നിട്ട് ഫുള്ള് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓൾട്ടർനേറ്റർ റണ്ണിങ് ആയപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബാറ്ററി ഫുള്ള് കണ്ടീഷനിലേക്ക് പോയി. അപ്പോൾ ഫുള്ളിലേക്ക് പോയി, കാരണം വണ്ടി ഇപ്പോൾ റണ്ണിങ് ആണ്. ഓൾട്ടർനേറ്ററിൽ നിന്ന് ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, വണ്ടിയൊക്കെ ബാറ്ററി ഫുൾ സ്റ്റേറ്റിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞത് ഓൾട്ടർനേറ്റർ സ്റ്റേറ്റ് ഗുഡ് ഓൾട്ടർനേറ്ററാണ്. അതായത് ഓവർ വോൾട്ടേജ് വന്നില്ല അല്ലെങ്കിൽ ലോ വോൾട്ടേജ് വന്നില്ല. ബാറ്ററി ചാർജ് ആകാൻ വേണ്ട കറക്റ്റ് വോൾട്ടേജാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഒച്ചൂട്ടി പറഞ്ഞത് വേറൊന്നുമില്ല, വണ്ടിയുടെ ഒച്ച അത്രയും കൂടിയതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി ടെസ്റ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ഓക്കെ സ്റ്റേറ്റ് ആണ്. വണ്ടിയുടെ ബാറ്ററി ഇപ്പോൾ ഫുള്ളി ചാർജ് ആണ്. വണ്ടി ഓൺ ആയതുകൊണ്ട് ഓൾട്ടർനേറ്ററും ഗുഡാണ്. ഫോൾട്ടി ആണെങ്കിൽ ഇവിടെ ഫോൾട്ടി കാണിച്ചുകൊണ്ടിരിക്കും. നമുക്കൊന്ന് ഓഫ് ചെയ്ത് നോക്കാം ആദ്യം. വേണ്ട, അപ്പോൾ വണ്ടി ഓഫ് ചെയ്തപ്പോൾ തന്നെ ആദ്യം ഏകദേശം ഒരു നേരത്തെ ഫുൾ എന്ന് പറഞ്ഞാൽ ബ്ലിങ്ക് ചെയ്തിരുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. കാരണം നമ്മളിപ്പോൾ കുറച്ച് ബാറ്ററി ചാർജ് ഇപ്പോൾ കയറിയത് കൊണ്ട് ബാറ്ററിയുടെ ബ്ലിങ്കിങ് എന്ന് വെച്ചാൽ ഫുള്ള് ബ്ലിങ്കിങ് ഭയങ്കര സ്പീഡിലാണ്. മിഡിൽ തന്നെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയില്ല, നേരത്തെ ഓഫ് സ്റ്റേറ്റിലാണെങ്കിൽ നോർമലി എല്ലാ വണ്ടികൾക്കും ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. വണ്ടി ഓഫ് ആയതുകൊണ്ട് ഓൾട്ടർനേറ്റർ സ്റ്റേറ്റ് കാണിക്കില്ല. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ടെസ്റ്റർ. അപ്പോൾ എല്ലാവർക്കും ഈ ബാറ്ററി ടെസ്റ്റർ എന്താ പറയുക, ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. നിങ്ങളുടെ ബാറ്ററി ഗുഡാണോ, കുറേ കാലം വർക്ക് ചെയ്യാണ്ട് ഇരുന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി ഗുഡാണോ ബാഡാണോ എന്ന് അറിയാൻ നമുക്ക് മാറ്റാൻ ടൈം ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ഒരു ബാറ്ററി ടെസ്റ്ററും അതുപോലെ തന്നെ ഈ സെയിം ബാറ്ററി ലെഡ് ആസിഡ് ബാറ്ററികളെ ചാർജ് ചെയ്യുന്ന ഒരു ചാർജറും കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇൻ കേസ് നിങ്ങളുടെ ബാറ്ററി ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞു, അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ചില ബാറ്ററികൾ ചിലപ്പോൾ എടുത്ത് നോക്കുമ്പോൾ മിഡിൽ തന്നെ കത്തിക്കൊണ്ടിരിക്കും, ഫുള്ള് കത്തൂല. അതായത് മിഡിലേക്ക് സ്വാഭാവികമായിട്ടും ബാറ്ററിയുടെ ചാർജ് വന്നു, ലോ ആ പരിസരത്തേക്ക് പോകേണ്ട അങ്ങനെ മിന്നി കിടക്കണം. നിങ്ങൾക്ക് തന്നെ പുറത്ത് കൊണ്ടുപോയി ചാർജ് ചെയ്യാണ്ട് വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാം. സോ വീട്ടിൽ തന്നെ അറിയാം, നമ്മൾ നോർമൽ 12 വോൾട്ട് ബാറ്ററികളിൽ ചാർജ് ചെയ്യുന്ന അഡാപ്റ്ററൊന്നും വെച്ചാൽ പറ്റില്ല. സോ അതിന് വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ രണ്ടാമത്തെ ഞങ്ങളുടെ ഐറ്റം ഞങ്ങൾ കാണിക്കുന്നത്. ഞങ്ങളുടെ ഐറ്റം അല്ല, ലൈക്ക് ഒരു കമ്പനിയുടെ ഐറ്റം എന്ന് പറയുന്നത് 12 വോൾട്ടിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററി ചാർജറാണ് ഞങ്ങൾ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബാറ്ററി ടെസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു. ഇനി ആ ലെഡ് ആസിഡ് ബാറ്ററി നമുക്ക് വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജറിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. നോർമൽ അഡാപ്റ്റർ അല്ല. സോ ഇതാണ് നമ്മുടെ അഡാപ്റ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ എന്താ പറയുക, പവർ ഇന്ത്യ എന്ന കമ്പനി ഡെവലപ്പ് ചെയ്യുന്നതാണ് 12 ബാറ്ററി. അത് ഫുൾ ഡീറ്റെയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. SMBS DC 12 വോൾട്ട് 1 ആംപിയർ ഫോർ 6 to 40 AH. അതായത് നമ്മുടെ ഏകദേശം നമ്മുടെ കാറിൻ്റെ അല്ലെങ്കിൽ ബൈക്കിൻ്റെ ബാറ്ററികൾ എന്ന് പറഞ്ഞാൽ 40 AH ആ റേഞ്ചിലൊക്കെയാണ് നമ്മുടെ ആംപിയർ അവർ റേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററികളുടെ. സോ അതിൻ്റെ 2 വീലർ അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ ട്രക്ക് അതിൻ്റെയൊക്കെ ബാറ്ററികളെല്ലാം അതെല്ലാം 12 വോൾട്ട് ബാറ്ററികളാണല്ലോ ബേസിക്കലി. സോ അതിൻ്റെ എല്ലാം ചാർജറാണത്. 675 രൂപയാണ് പ്രൈസ്. നമുക്ക് ഓൺലൈൻ വാങ്ങുമ്പോൾ അതിലും കുറവിലാണ് നമ്മൾ കിട്ടുന്നത്. അപ്പോൾ ചാർജർ പെട്ടിയിൽ വേറെ പ്രത്യേക കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് തുറന്ന് നോക്കാം, ചാർജർ കൊടുത്തിട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ചാർജർ പുറത്തെടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ ചാർജർ. ജസ്റ്റ് നോർമൽ ചാർജർ പോലെയാണ് ഇരിക്കുന്നത് തന്നെ. ഇത് നല്ല ഗേജ് കൂടിയ വയറാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 3 ഇൻഡിക്കേറ്ററുകളുണ്ട്. അതാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യം. ഇത് പവർ ഓൺ, അതായത് നമ്മുടെ അഡാപ്റ്റർ നമ്മൾ പവർ സപ്ലൈയിൽ കുത്തി ഓൺ ആക്കുമ്പോൾ പവർ ഓൺ ആണെന്ന് കാണിക്കാനുള്ള ഇൻഡിക്കേറ്റർ. പിന്നെ ബാറ്ററി ഫുള്ള്, അതായത് നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ലൈറ്റ് എന്ന് വെച്ചാൽ നല്ല ബ്രൈറ്റ് ആയിട്ട് കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഫുള്ളാണെന്നാണ് അർത്ഥം. മിക്ക ബാറ്ററികൾ കണക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കത്തി നിൽക്കും. കാരണം ഏകദേശം ഇതിൽ റേറ്റ് ചെയ്ത് വെച്ചാൽ ആ വോൾട്ടേജിന് അടുത്ത് വന്ന് നിൽക്കണോണ്ടാണ് അതില്ല. പക്ഷെ നല്ല
ലൈറ്റിൽ കത്തി കഴിയുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് കത്തുമ്പോൾ ബാറ്ററി ഫുള്ളാണ് നമുക്ക് മനസ്സിലാവും. ഇതെന്ന് പറഞ്ഞാൽ REV ബാറ്ററി, അത് റിവേഴ്സ് പൊളാരിറ്റി. അതായത് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാനിടുമ്പോൾ മിക്കവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് റിവേഴ്സ് പൊളാരിറ്റിയിൽ നമ്മൾ കാര്യം നമ്മുടെ ബാറ്ററികളൊന്നും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ റിവേഴ്സ് പൊളാരിറ്റിയിൽ നമ്മൾ കണക്ട് ചെയ്ത് വരാം. അങ്ങനെ കണക്ട് ചെയ്ത് ഒരിക്കലും ബാറ്ററി ചാർജ് ചെയ്യാൻ പാടില്ല. സോ അങ്ങനെ കണക്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ലൈറ്റ് ഇവിടെ കത്തും. ഇതെല്ലാം കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഞങ്ങൾ റിവേഴ്സിലിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക ചാർജർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അറ്റത്ത് ക്രൊക്കോഡൈൽ ക്ലിപ്സ് ഉണ്ട് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ ക്രൊക്കോഡൈൽ ക്ലിപ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് നമ്മുടെ നോർമൽ സാധാ ക്രൊക്കോഡൈൽ ക്ലിപ്സാണ്, ചെറിയ ക്രൊക്കോഡൈൽ ക്ലിപ്സാണ്. നമ്മുടെ ബൈക്കിൻ്റെ ബാറ്ററികളുമൊക്കെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും, ബാറ്ററി ടെർമിനലുകളും ഇത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കാറിൻ്റെ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കാറിൽ നിന്ന് വന്ന ആ ബാറ്ററി കണക്ട് ചെയ്യുന്ന വയറിൽ നിന്ന് കുറച്ചുകൂടി നീണ്ട് വരുന്ന സമയത്തുള്ള ഏതിൽ കണക്ടറി കൊടുക്കാം. അല്ലെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് ഡീസോൾഡർ ചെയ്തിട്ട് ഇതിലും വലിയ ക്രൊക്കോഡൈൽ ക്ലിപ്പുകൾ വാങ്ങിട്ടും അത് വാങ്ങി വെച്ചാൽ ബാറ്ററിക്കും കാറിൻ്റെ ബാറ്ററിക്കും ബൈക്കിൻ്റെ ബാറ്ററിക്കും ഒരുമിച്ച് ഉപയോഗിക്കാം. നമുക്കപ്പോൾ അത് നമ്മൾ നേരത്തെ നമ്മൾ കാണിച്ചിപ്പോൾ ടെസ്റ്റ് ചെയ്ത ബാറ്ററിയാണ്, ബൈക്കിൻ്റെ ബാറ്ററിയാണ്, ആ എക്സൈഡിൻ്റെ ബാറ്ററി. അപ്പോൾ ആ ബാറ്ററിയിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്ററി ചാർജർ കണക്ട് ചെയ്ത് നോക്കാം ആദ്യം. അപ്പോൾ അത് നമ്മൾ ബാക്കി കുത്തി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചതായി തന്നെ. ഓക്കെ, അപ്പോൾ ഈ ടെർമിനൽ കണ്ട് കൂട്ടി മുട്ടാണ്ട് നോക്കാം ആദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട പവർ ഓൺ എന്ന് പറഞ്ഞാൽ ബാറ്ററി ഇത് കാണിക്കും, ഒരു ഇൻഡിക്കേറ്റർ ആദ്യം കാണിക്കും. പിന്നെ ബാറ്ററി ഫുൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കത്തി നിൽക്കും. നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ബാറ്ററി ചാർജ് കുറവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആയിക്കോളും. പിന്നെ റിവേഴ്സ് ബാറ്ററി, അതായത് പൊളാരിറ്റി നമ്മൾ തിരിച്ച് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിയുടെ പ്ലസ് ഇവിടെയും നെഗറ്റീവ് ഇവിടെയാണ്. അപ്പോൾ ഇതാണ് പ്ലസ് ടെർമിനൽ. പക്ഷേ നമ്മൾ നേരെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും അതിലേക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയ ആർക്കിംഗ് ഉണ്ടാവും. റിവേഴ്സ് ബാറ്ററി ആവും. ഉണ്ടാവും. ഇപ്പോൾ റിവേഴ്സ് പൊളാരിറ്റിയിൽ നമ്മൾ കണക്ട് ചെയ്തിരുന്നപ്പോൾ കാണിക്കും. നമ്മൾ നേരെ തിരിച്ച് ആദ്യം നമ്മൾ കൊടുക്കാൻ പോകണം. അപ്പോൾ നെഗറ്റീവിലേക്ക് കൊടുക്കാം, പോസിറ്റീവിലേക്ക് കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ പവർ ഓൺ ചെയ്യണം. ഓക്കെ, കണ്ടോ. അപ്പോൾ ബാറ്ററി ഫുൾ എന്നുള്ളത് അത് പോയി, ചെറുതായിട്ടൊന്ന് കത്തി നിൽക്കണുള്ളൂ. ഇനി ബാറ്ററി ഫുള്ളായി കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാറ്ററി നമ്മുടെ മൾട്ടിമീറ്റർ വെച്ച് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചത് ഇതിൻ്റെ ബാറ്ററി വോൾട്ടേജ്. അപ്പോൾ അത്രയുള്ളൂ, നമുക്ക് ചാർജ് ചെയ്യാനാണ് ഇപ്പം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ബാറ്ററി ചാർജറിൻ്റെ ആ ഒരു പച്ച ലൈറ്റ് കത്തിയിട്ടുണ്ട്. അതായത് ബാറ്ററി ഫുള്ളെന്ന് കാണിക്കുന്ന ഒരു പച്ച ലൈറ്റ് നമുക്കിപ്പോൾ കത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ബാറ്ററി ഫുള്ളി ചാർജ് ആയിരുന്നാണ്. അപ്പോൾ കുറച്ച് നേരം ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരു ലെവലിൽ ഒരു മണിക്കൂർ പോലും വേണ്ടി വന്നില്ല. ചാർജ് ചെയ്യാൻ ഇട്ടപ്പോഴേക്കും ഫുൾ ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഒന്ന് ബാറ്ററിയുടെ ഇത് ഓഫ് ചെയ്തിട്ട് ബാറ്ററിയുടെ ചാർജ് എന്ത് വരണോ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മൾട്ടിമീറ്റർ എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതായത് നമുക്ക് മൾട്ടിമീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കണ്ട 13.65 ആ ഒരു ലെവലിൽ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. 13.6 ആ റേഞ്ചിൽ. അത് ഇനി കുറച്ച് കുറഞ്ഞ് ഏകദേശം ഒരു 12 വോൾട്ടേജിൽ നോർമലായിട്ട് നിൽക്കും. അപ്പോൾ ബാറ്ററി ഇപ്പോൾ ഫുള്ളി ചാർജ് ആയിട്ടുണ്ട്. ഏകദേശം ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല ഇപ്പോഴത്തെ ആ ഒരു ലെവലിൽ നേരത്തെ ഒരു 11 സംതിങ് ഉണ്ട്. ഞങ്ങൾക്ക് അത് എടുക്കാൻ പറ്റിയില്ല, സോറി അത് കാണിച്ചില്ല. ഒരു 11 സംതിങ് അത്രയും കണ്ട് ഉണ്ടായി ബാറ്ററി ചാർജ്. സോ ഇപ്പോഴത്തെ ആ ഒരു ലെവലിൽ അരമണിക്കൂർ 3 മണിക്കൂറിനുള്ളത് ഫുള്ളി ചാർജ് ആയി. അരമണിക്കൂർ പോലും എടുത്തില്ല എന്ന് തോന്നുന്നു. ഫുള്ളി ചാർജ് ആവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫുള്ളി ചാർജ് ആകുമ്പോൾ ബാറ്ററി ഫുൾ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ബാറ്ററി അഡാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് റിവ്യൂ ചെയ്തത് നമ്മുടെ കാറിൻ്റെ ബാറ്ററി ടെസ്റ്ററും അതുപോലെ തന്നെ ബാറ്ററി ചാർജറുമാണ്. ലെഡ് ആസിഡ് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള അഡാപ്റ്ററും ലെഡ് ആസിഡ് ബാറ്ററി ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്ററുമാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐറ്റം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ 2 ഐറ്റത്തിൻ്റെയും ലിങ്ക് ഓൺലൈൻ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ആവശ്യത്തിന് വാങ്ങാം. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ വണ്ടി ഓടിക്കുന്ന എല്ലാവരും കയ്യിൽ ഈ സാധനം ഉണ്ടായിരിക്കണം, വളരെ നല്ല കാര്യമായിരിക്കും, നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ നോർമൽ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ എന്ന് വെച്ചാൽ അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ബാറ്ററികൾ. ഈ ടൈപ്പ് അഡാപ്റ്ററുകൾ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കുക. അതുപോലെ ടെസ്റ്റർ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള എനേബിൾ ആക്കിയിട്ട് അപ്പോൾ ഞങ്ങൾ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് കയറി കാണാം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച ഞാൻ അനൂപ് മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.